ഹലോ പ്രിയ സുഹൃത്തുക്കളെ, നമസ്കാരം. സഞ്ചാരം ടീമിൻ്റെ 5-ാം ദിവസത്തെ ടൂർ ഇന്ന് പോകുന്നത് ലോകാത്ഭുതമായ ദ ഗ്രേറ്റ് വാൾ ഓഫ് ചൈനയിലേക്കാണ്. കണ്ടില്ലേ, കേബിൾ കാർ സഞ്ചരിക്കുന്നു. കേബിൾ കാറിലാണ് പോകുന്നത്. ഈ സ്ഥലത്തിൻ്റെ പേര് ബദാലിങ് എന്ന് പറയുന്ന സ്ഥലം. ഇവിടുന്ന് കേബിൾ കാറിൽ ചൈനീസ് വൻമതിൽ കാണാനായിട്ട് പോവുകയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ട്, ഒരുമിച്ച് നടക്കുവാണ്. ഇനി മറ്റ് വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ഇത് മനുഷ്യ നിർമ്മിതമായ ഏറ്റവും വലിയ വസ്തുവാണ് ചൈനീസ് വൻമതിൽ. നല്ല തിരക്കാണ് ഇന്നത്തെ ദിവസം. അല്ല, ഇവിടെ എല്ലാ ദിവസവും ഇങ്ങനെ തന്നെ ആയിരിക്കും. ലോക അത്ഭുതമാണല്ലോ, അതുകൊണ്ട്. അപ്പോൾ ബദലിങ്ങിൽ നിന്ന് കേബിൾ കാറിലായിരിക്കും പോകുന്നത്. ചൈനീസ് 7-ാം നൂറ്റാണ്ടിലാണ് ഇതിൻ്റെ നിർമ്മാണം തുടങ്ങി വെച്ചത്. കിൻ ഡൈനാസ്റ്റി 13-ാം നൂറ്റാണ്ടിൽ കിങ് ഡൈനാസ്റ്റി അതിനെ വിപുലമാക്കി. ഇത് ചൈനയുടെ നോർത്തേൺ ബോർഡറിൽ ഏൻഷ്യൻ ചൈനയിൽ പണികഴിപ്പിച്ചതാണ് ചൈനീസ് വൻമതിൽ. മംഗോളിയൻ സ്റ്റെപ്പിയിൽ നിന്നുള്ള അക്രമകാരികളിൽ നിന്ന്, നോമാഡിക് ട്രൈബ്സിന്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പടുത്തുയർത്തിയതാണ് ചൈനീസ് വൻമതിൽ. കഴിഞ്ഞ ദിവസം മംഗോളിയയിലായിരുന്നു. അപ്പോൾ അവരുടെ ഗ്രേറ്റ് ഹീറോ ജംഗിസ് ഖാൻ 13-ാം നൂറ്റാണ്ടിൽ, ആ 13-ാം നൂറ്റാണ്ടിൽ അത് ഒരു നോമാഡിക് ട്രൈബിൻ്റെ തലവനായി തുടങ്ങി ഒരു വലിയ സാമ്രാജ്യം കെട്ടിപ്പടുത്ത വീര നായകനായിട്ടാണ് മംഗോളിയക്കാർ കാണുന്നത്. അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പണിതുയർത്തി 21,196 കിലോമീറ്റർ നീളമുള്ള ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം. അതാണ് നമ്മുടെ ചൈനീസ് വൻമതിൽ. നമ്മുടെ ഗേറ്റ്. മാഡം, യുവർ നെയിം? Alison. ബ്യൂട്ടിഫുൾ നെയിം. താങ്ക് യു. അപ്പോൾ അതാണ് നമ്മുടെ ഗൈഡ്. അത് വളരെ നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ആലസൻ ഗൈഡ്. അപ്പോൾ അതിൻ്റെ ബാക്കി വിശേഷങ്ങൾ പിന്നീട് പങ്കുവയ്ക്കുന്നതാണ്. ഹലോ, അപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ ക്യൂവിലാണ് നിൽക്കുന്നത്. ആളൊന്നും അറിയാൻ വയ്യ, അത് ലിതിയാണെന്ന് തോന്നുന്നു, ആയിരിക്കും. അപ്പോൾ ക്യൂവിൽ നിൽക്കുകയാണ്. കേബിൾ കാറിൽ കയറുന്നതിന് വേണ്ടി ഉള്ള തിരക്ക്. അന്നേരം ഉണ്ണികൃഷ്ണൻ സാറ് ചോദിക്കുന്നു, എന്താ ഇത്ര തിരക്കെന്ന്. അതാണ് ലോകാത്ഭുതം. കാണാൻ പിന്നെ തിരക്കുണ്ടാവൂലേ. അപ്പോൾ നമ്മുടെ നാട്ടിലും ഉള്ള പുരാതന മോണുമെന്റ്സ് എല്ലാം ഇതേപോലെ സംരക്ഷിക്കുകയും സൂക്ഷിക്കുകയും ഒക്കെ ചെയ്യാവുന്നതാണ്. ബായ് ആൻറ്റി. കണ്ട, ആളറിയാൻ വയ്യ, കുഴപ്പമില്ല. അപ്പം അങ്ങനെ പോവുകയാണ്. ബായ്. അപ്പോൾ നമ്മൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സഞ്ചാരം ടീം അംഗങ്ങൾ അതാ നമ്മുടെ വേഗം പോകാൻ പറയുകയാണ് എന്ന് തോന്നുന്നു. അപ്പോൾ വേഗം പോകാനായിട്ട് നമുക്കൊരു അവസരം കിട്ടി. ഓക്കെ, താങ്ക് യു. നമ്മുടെ ടൂർ മാനേജർ അവിടെ നിന്ന് കടത്തി വിടുകയാണ്. നമുക്ക് ഒരുമിച്ചാണ് ടിക്കറ്റ് എന്നുള്ളത് കൊണ്ട്
ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങ് പോന്നു. എളുപ്പമുണ്ടായി. അപ്പോൾ ഇനി മുകളിലേക്ക് കയറുകയാണ്. കേബിൾ കാർ ലക്ഷ്യമാക്കിയാണ് ഈ പോക്ക്. ആൾക്കാർ വരികയാണ്. ദീപാജി ആ ഇതൊന്നും പ്രശ്നമല്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് അവർ ഗൈഡ്每车乘坐8人，请配合工作人员引导。每车乘坐8人，请配合工作人员引导。每车乘坐8人。കേബിൾ കാറിന്റെ ചോട്ടിലേക്കാണ് പോകുന്നത്.每车乘坐8人，请配合工作人员引导。每车乘坐8人，请配合工作人员引导。每车乘坐8人，请配合工作人员引导。每车乘坐8人，请配合工作人员引导。每车乘坐8人，请配合工作人员引导。കേബിൾ കാർ വരുവാണ്. കേബിൾ കാറിൽ ഓരോരുത്തരായി ഇനി ഇപ്പോൾ കയറിയിരിക്കും. അതാ നട നമ്മുടെ ടീമല്ലേ. കയറിക്കോ നടന്ന് അതിൻ്റെ കൂടെ നടന്ന് കയറ്. അപ്പോ കേബിൾ കാറിൽ കയറിയിരിക്കുകയാണ് സഞ്ചാരം ടീം അംഗങ്ങൾ. ഇപ്പോഴല്ലേ ആളിനെ മനസ്സിലായത്. അപ്പോ കണ്ടോ, അത് ശുചിയാണെന്ന് തോന്നുന്നു അല്ലേ? ആ തന്നെ ആണ്, അല്ലാതെ വേറെ ആരും അല്ല. പിന്നല്ല. ഐസക്ക്, ദീപ, പിന്നെ റെജി. ദീപ എന്ന് വിളിച്ചാലും മതി ചുരുക്കി. നമ്മള് ഊഷ. ഇത് മുഖം ഇത് തിരിഞ്ഞു കഴിയുമ്പോൾ കാണും ശ്രീകുമാരിയാണ്, വേറെ അല്ലാതെ ആരുമല്ല. അപ്പോ കണ്ടോ, കേബിൾ കാർ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ നമ്മൾ ഒരു ലോകാത്ഭുതം കാണാനായി പോകുന്നു. നോബാഡിക് ട്രൈബുകളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മംഗോളിയൻ നോമാഡിക് ട്രൈബിന്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി 7ാം നൂറ്റാണ്ടിൽ ക്വിൻ ഡൈനാസ്റ്റി തുടങ്ങി വച്ച ചൈനീസ് വൻമതിലിന്റെ പണി 13ാം നൂറ്റാണ്ടിലെ പിങ് ഡൈനാസ്റ്റിയോടുകൂടി പൂർത്തിയാവുകയും അത് 21,196 കിലോമീറ്റർ നീളമുള്ള മനുഷ്യനിർമ്മിതമായ ഏറ്റവും വലിയ വസ്തു എന്നുള്ള നിലയിൽ 2007 ലോകാത്ഭുത പട്ടികയിൽ ഉൾപ്പെടുത്തപ്പെടുകയും ചെയ്തു. അതോടൊപ്പം ലോക പൈതൃക പട്ടികയിൽ പെടുത്തി. കയറിപ്പോകുന്ന ആളുകളും ഉണ്ട്. ഇപ്പൊ ഇറങ്ങാറായി. അപ്പൊ അതാണ് സംഭവം. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ പതുക്കെ അങ്ങ് ഇറങ്ങുവാണ്. മുകളിൽ
ഉള്ളിലേക്ക് നടക്കുകയാണ്. ഈ ഒരല്പം നടക്കണം. തിരക്കുകൾ ഒഴിവാക്കുന്നതിന് വേണ്ടി വളച്ച് നടപ്പാത ഉണ്ടാക്കിയിരിക്കുകയാണ്. Bye, bye, baby, bye, bye. Oh, YouTube video, YouTube. That's right. Okay. From India. Oh. Sweet baby. അതാണ്. 前方右转就是北八楼跑马坡，请注意不要逆行。正常呈现器照片，有想拍照的请走路边走道，拍完照后可以前方乘自来水。前方右转。哎呀，这好，而且要是想拍照的请走路边走道。有点像，有点像。走着点，走着点。过来。സുഹൃത്തുക്കളെ, ലോകാത്ഭുതമായ ചൈനീസ് വൻമതിലിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. കൂടെ നമ്മുടെ ലെൻ റോണി, നമ്മുടെ സുഹൃത്തുക്കളുണ്ട്, പ്രഹ്ലാദൻ സാറ്, പിന്നെ ആളറിയാത്ത ഒരു മാന്യദേഹം. അല്ല, ലിതി കാരണം ചുമ്മാ തമാശ. അപ്പോൾ നമ്മൾ അങ്ങനെ ലോകാത്ഭുതത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുന്ന അവിസ്മരണീയമായ ആകാംക്ഷാഭരിതമായ മുഹൂർത്തമാണ്. എല്ലാവരും വളരെ എക്സൈറ്റഡ് ആണ്. കണ്ടോ, നമ്മുടെ നല്ല തിരക്കാണ്. ലോകാത്ഭുതമല്ലേ, അപ്പോൾ പിന്നെ തിരക്കില്ലാതെ ഇരിക്കുമോ? അപ്പോൾ പലരും ചോദിക്കുന്നു എന്താ ഇത്ര തിരക്കെന്ന്. അതാണ് ലോകാത്ഭുതം. നമ്മൾ വന്ന വഴി കാണിച്ചു തരാം. കണ്ടോ, അതാണ് വന്ന വഴി. അപ്പോൾ അതാ നമ്മുടെ സുഹൃത്തുക്കൾ പലരും ലോകാത്ഭുതത്തിൽ കാലെടുത്ത് വച്ചു.就在那角角里，下去了。
ജോസഫ് ജി, ആ അഭിമാന നിമിഷം ആര് ചിത്രീകരിക്കുന്നു? കാലെടുത്ത് വെച്ചോ, എടുത്തു പോയി. അവിടെ നിങ്ങോട്ട് നിൽക്കാം. രാജേന്ദ്രൻ ലെൻ കാലെടുത്ത് വെച്ചു നമ്മുടെ സുഹൃത്തിനെ ഗ്രേറ്റ് വാളിലേക്ക്. നല്ല സ്റ്റീപ്പാണ് കേട്ടോ, നല്ല സ്റ്റീപ്പാണ്. പിടിച്ചു കയറി പോകേണ്ടി വരും. നമ്മുടെ എവറസ്റ്റൊക്കെ ക്ലൈംബ് ചെയ്യുന്നത് പോലെ ഇതൊക്കെ എനിക്ക് പുഷ്പമാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മളെ ജോസഫ് ചേട്ടനും കൂടെ ഉണ്ട്. നമ്മളെ ഓവർടേക്ക് ചെയ്ത് പോവുകയാണ് രാജേന്ദ്രൻ ചേട്ടൻ. ഇതൊക്കെ എന്തോന്ന് പ്രശ്നം, പിടിക്കുന്ന പോലുമില്ല പുള്ളിക്കാരൻ. കുഞ്ഞുകുട്ടി പരാധീനങ്ങൾ ഉൾപ്പെടെയാണ് പോണത്. അപ്പോൾ മംഗോളിയൻ നൊമാഡിക് ട്രൈബ്സിനെ ഇവർ എത്രമാത്രം പേടിച്ചിരുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്ന ഒരു കാര്യം. കഴിഞ്ഞ ദിവസം നമ്മൾ ജംഗിസ് ഖാനെ സന്ദർശിച്ചു, ദ ഗ്രേറ്റ് ഹീറോ. അവരെ കുതിരപ്പുറത്തൊക്കെ ഉള്ള പോക്ക് കണ്ടു കഴിഞ്ഞാൽ അവരെ പേടിക്കാതിരിക്കാൻ ഒക്കില്ല. അങ്ങനെ നിർമ്മിച്ചെടുത്തതാണ് ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത. അങ്ങനെ ആ പേടിയിൽ ഉടലെടുത്ത ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത വസ്തുവാണ് 21,196 കിലോമീറ്റർ നീളമുള്ള നമ്മുടെ ചൈനീസ് വൻമതിൽ. ഉണ്ണികൃഷ്ണൻ സാറ് ഇതെല്ലാം കണ്ട് കഴിഞ്ഞ് അവിടെ എത്തിയതിൻ്റെ വിജയശ്രീ ലാളിതനായി അവിടെ നിന്ന് കൈ കാണിക്കുകയാണ്. നിങ്ങളൊക്കെ എന്ത് അവിടെ എത്തിയല്ലേ ഉള്ളൂ, ഞാനിതാ ഇവിടെ എത്തി എന്നാണ് അദ്ദേഹം പറയുന്നതിൻ്റെ അർത്ഥം. അപ്പോൾ അതാണ് സംഭവം. വന്ന വഴി കാണുന്നു.